ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതേ നിങ്ങളുമായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ നമ്മളാണെങ്കിൽ നാട്ടിൽ നിന്ന് വന്നപ്പം കുറേ ചേട്ടന്മാരുടെ ചേച്ചിമാരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഹസിൻ്റെ കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കൂട്ടിയുണ്ടല്ലോ. അപ്പം അതിനാണെങ്കിൽ കുറേ ദിവസം കൊണ്ട് ചെവിക്ക് വേദനയും ബുദ്ധിമുട്ടുമായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. നോക്കും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. കുഞ്ഞിന് ചെവി അനക്കാൻ വയ്യ, വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. അപ്പം കുഞ്ഞെന്ന് പറയുന്നവൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണ് കേട്ടോ. അപ്പോൾ അതിന് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലെല്ലാം കൊണ്ട് നടക്കുമായിരുന്നു. അപ്പം ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോഴും ഇങ്ങനെ ക്ലീനൊക്കെ ചെയ്തൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നിട്ടൊന്നും കുഞ്ഞിന് ചെവിക്ക് വേദനയുടെ മരുന്ന് ഒഴിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല. ലാസ്റ്റ് കുറേ മരുന്നുകളും എല്ലാം നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. ലാസ്റ്റ് ആണെങ്കിൽ ഡോക്ടർ പറഞ്ഞു, പിന്നെ ചെവിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലൈറ്റൊക്കെ അടിച്ചൊക്കെ നോക്കിയപ്പോൾ എന്താ വെള്ള ഇതുപോലൊക്കെ കണ്ടു കേട്ടോ. അപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. അപ്പം ക്ലീൻ ചെയ്യാനായിട്ട് നോക്കിയപ്പം കുഞ്ഞിനത് ഏറി പിടിക്കുമ്പോൾ കുഞ്ഞിന് ഭയങ്കര വേദന എടുക്കാൻ തുടങ്ങി. അപ്പം കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയാനൊക്കെ തുടങ്ങി. അപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമ്മൾ കുറച്ച് തുള്ളിമരുന്ന് ഒഴിച്ച് കൊടുത്തിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ട് അതൊന്ന് പിന്നെ അലിഞ്ഞ് വരുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2-3 ദിവസമായിട്ട് കുഞ്ഞിന് സഹിക്കാൻ വയ്യാത്ത വേദന, ഇവിടെ എല്ലാം ചുമന്ന് കുഞ്ഞിന് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പം കുഞ്ഞിന് ഉറങ്ങാൻ പറ്റുന്നില്ല, വിങ്ങലും വേദനയുമാണെന്ന് പറഞ്ഞാൽ എപ്പോഴും കരച്ചില്ല, ആഹാരം ഒന്നും കഴിക്കുന്നില്ല. ലാസ്റ്റ് 3 ദിവസമൊന്നും തികച്ചില്ല. എങ്ങനെയെങ്കിലും 1.5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയായപ്പോഴത്തേക്ക് കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോയി ഞങ്ങൾ കാണിച്ച് എങ്ങനെയുണ്ടെന്നും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കട്ടെ, അത് വരുത്തില്ല എന്നാലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ഞങ്ങൾ കയ്യും കാലും ഒക്കെ പിടിച്ച് അത്രയ്ക്ക് വേദന കുഞ്ഞിനെ. അപ്പം ചെവിയെല്ലാം നോക്കിയപ്പോഴെന്താണ് പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ബഡ്സ് ആണ് കേട്ടോ. ബഡ്സ് ഇങ്ങനെ നമ്മളിങ്ങനെ കുഞ്ഞിൻ്റെ ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടി ചേച്ചി എന്ത് ചെയ്യുമെന്നറിയാമോ, ഇപ്പോഴും സ്കൂളിൽ പോയി കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചെവിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി നമ്മളെ ബഡ്സ് ഉണ്ടല്ലോ, വെള്ള പഞ്ഞിയുടെയൊക്കെ, അതെടുത്തിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ഇളക്കി അങ്ങനെ കൊടുക്കുന്ന കൂട്ടത്തിലുണ്ടല്ലോ ഈ ബഡ്സിൻ്റെ എന്താ പറയുക, ആ വെള്ള നാരുണ്ടല്ലോ കുറേശ്ശെ കുഞ്ഞിൻ്റെ ചെവിയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം കുഞ്ഞിന് ഈ വേദനയെന്ന് പറയും തോറും ഞങ്ങൾ ഈ ബഡ്സ് തന്നെ ഇട്ടാണ് ഞങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങോട്ട് കയറി കുഞ്ഞിന് വേദന കൂടുന്നതല്ലാതുകൊണ്ട് കുഞ്ഞിനൊരു കുറവും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വെള്ളപ്പൊടി പോലെ ഡോക്ടർ കണ്ടതെന്ന് വെച്ചാൽ ബഡ്സിൻ്റെ സംഭവമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിങ്ങോട്ട് നീങ്ങി വരാത്തതുകൊണ്ടാണ് കുഞ്ഞിന് അത്രയും വേദന കൂടുതലെടുത്തതും. അങ്ങനെയാണെങ്കിൽ അതെന്തായാലും എല്ലാം നീറ്റായിട്ടെല്ലാം എടുത്തെല്ലാം കാണിച്ച് ഞങ്ങളെ കൊണ്ട് അന്നേരം ഞങ്ങളടുത്ത് അന്നേരം ചേച്ചിയോട് ചോദിച്ച്, ഈ കൊച്ചിൻ്റെ ചെവിക്കകത്ത് പഴുപ്പ് വല്ലതും വരുന്നതാണോ, പഞ്ഞി എങ്ങനെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ചേച്ചി പറഞ്ഞു, അങ്ങനെ പഞ്ഞിയും കാര്യങ്ങളൊന്നും കുത്തി വെച്ചിട്ടില്ല ഡോക്ടർ. അന്നേരം പറഞ്ഞു, ചെവി ക്ലീൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ബഡ്സ് കൊണ്ടാണെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ഒരിക്കലും ബഡ്സ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യരുത്. എന്നാൽ ബഡ്സ് വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ ബഡ്സ് വെച്ച് നമ്മളിങ്ങനെ ചെവി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ ബഡ്സിനകത്തുള്ള നാരുണ്ടല്ലോ, ചിലതൊക്കെ ഇളകിയിരിക്കുന്നതല്ലേ, അതൊക്കെ അകത്തോട്ട് കയറും. അങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ അകത്തകത്ത് കയറിയിരുന്ന് കുഞ്ഞിന് വിങ്ങലും പഴുപ്പും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും ദുർഗന്ധവും ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞിന്. എന്തായാലും അതെല്ലാം ക്ലീൻ ആക്കിയെല്ലാം അങ്ങ് എടുത്ത് കളഞ്ഞു ഡോക്ടർ കേട്ടോ. എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ചെവി ഇച്ചിരി പിന്നെ ഇങ്ങനെ നമ്മളിലെ ബഡ്സ് അകത്തോട്ട് കയറിയിട്ട് ഞങ്ങളിൽ ഇളക്കുന്നതനുസരിച്ച് കുഞ്ഞിന് മുറിവൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാനുള്ള മരുന്നും കാര്യങ്ങളും എല്ലാം തന്നു. ഒരു കെട്ടും മരുന്നും ചെവിക്കകത്ത് ഒഴിക്കാനുള്ളതും എല്ലാം ഇൻഫെക്ഷൻ ആകാതിരിക്കാനും ഉള്ളതെല്ലാം തന്ന് അങ്ങനെ വിട്ടപ്പോൾ പറഞ്ഞു, ഒരിക്കലും ഇവരായാലും കൊച്ചു പിള്ളേർക്കായാലും നമ്മൾ ബഡ്സ് ഉപയോഗം മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നുമില്ലെങ്കിൽ ബഡ്സ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നല്ല വെള്ള കോട്ടൺ തുണി ഉണ്ടല്ലോ, അത് ബഡ്സിന് അതിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ ചുറ്റി വെക്കണം. നമ്മൾ ഈ കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടല്ലോ, എൻ്റെ മക്കളുടെയൊക്കെ ചെറുപ്രായത്തിലുണ്ടല്ലോ, ഞാനിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വെള്ള തുണി ഉണ്ടല്ലോ, നൈസ് വെള്ള തുണി ഇങ്ങനെ ആക്കി ചെറുതിലെ തിരി പോലെ നമ്മളാക്കിയിട്ട് ചെറുതായിട്ടൊന്നും എടുത്തില്ല, അതുപോലെ ഇട്ട് എടുത്താൽ മതി. കൂടുതലും അങ്ങനെയാണ്. ഈ ബഡ്സൊക്കെ കൂടുതലും എല്ലാവരും ഒഴിവാക്കണം കേട്ടോ. കാരണം അതൊന്നും എടുത്തിട്ടാലും അതിനകത്തുനിന്നൊന്നും ഇളകി നമ്മുടെ ചെവിക്കകത്ത് ഇരിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഈ ബഡ്സ് എന്നൊക്കെ പറയുന്ന സംഭവം വിൽപ്പനയ്ക്കെല്ലാം ഉള്ളതാണ്, സംഭവം ശരിയാണ്. പക്ഷേ അതുപോലെ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡ് എഫക്റ്റ് വേറെ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിനകത്തൊരു വെള്ളത്തുണി ചുറ്റിയിട്ട് നമുക്ക് ചെയ്താലും വലിയ കുഴപ്പം നമുക്ക് വരത്തില്ല. പക്ഷേ ബഡ്സ് മാത്രമായിട്ട് കയറ്റുമ്പോഴുണ്ടല്ലോ, അതിനകത്തിലെ ഈ നാരൊക്കെ ചില സമയത്ത് പൊങ്ങിയിരിക്കുന്നതിനകത്തു നിന്നൊക്കെ ഉള്ളിലോട്ട് കയറിയിരിക്കും. പിന്നെയും നമ്മൾ ക്ലീൻ ചെയ്യുന്ന ബഡ്സ് തന്നെ ഉപയോഗിച്ചിട്ടല്ലേ പിന്നെയും അങ്ങനെ ഇരുന്നിരുന്നായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്.
അപ്പം ഞാൻ വിചാരിച്ചു ഞാനിത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം, ആർക്കെങ്കിലും പ്രയോജനപ്പെടാവട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഞങ്ങളെപ്പോഴും ബഡ്സാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ കുഞ്ഞിന് വന്നൊരു വിഷമവും ഇതൊക്കെ നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു അബദ്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കട്ടെ എന്ന് പറയുന്നത്. ബഡ്സൊക്കെ നല്ലതാണ്, പക്ഷേ അതിൻ്റെ ആ ബഡ്സിൻ്റെ മണ്ടിക്ക് ഒരു വെള്ള തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരി പോലെ ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ വെള്ള തുണി മാത്രം തിരി പോലെ ആക്കിയിട്ട് നമ്മൾ ചെവിക്കകത്ത് ഇളക്കിയാലും മതി കേട്ടോ. അല്ലാതെ ഈ വക കാര്യങ്ങളും ഒന്നും ചെവിക്കകത്ത് കുത്തിക്കയറ്റി കുഞ്ഞുങ്ങൾക്ക് പറയാനറിയത്തില്ല. എന്താ ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും ചെല്ലിയോ പാറ്റയോ അങ്ങനെ എന്തെങ്കിലും കയറി ഇരുന്നിട്ട് കുഞ്ഞിനെ കടിച്ചിരിക്കുകയാണോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഞങ്ങൾ ആദ്യമേ. ഈ ബഡ്സ് ആണെന്ന് ഞങ്ങൾ ഒരിക്കലും, എന്നിട്ട് ഇത്രയും ബഡ്സിൻ്റെ നാരുണ്ടായിട്ട് പോലും ഞങ്ങൾ അറിയാൻ വയ്യാതെ ബഡ്സ് തന്നെ ഇട്ട് ഞാനും കുഞ്ഞിന് ബഡ്സ് ഇട്ട് നോക്കി. മോളെ ഞാൻ നോക്കട്ടെ മോനെ എങ്ങനെ ഉണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊക്കെ ഇവിടെ കുഞ്ഞ് കരച്ചിലോടുകൂടി കരച്ചിൽ. പക്ഷേ ഇതൊക്കെയാണ് സംഭവം എന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ബഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു രീതിയിൽ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉപയോഗപ്രദമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കും കേട്ടോ.